കോഴിക്കോട് PSC റാങ്ക് ലിസ്റ്റ് കടലിൽ ഒഴുക്കി ഉദ്യോഗാർത്ഥികളുടെ വലിയ പ്രതിഷേധം. LP സ്കൂൾ ടീച്ചേഴ്സ് PSC റാങ്ക് ലിസ്റ്റാണ് കടലിൽ ഒഴുക്കിയത്. PSC ലിസ്റ്റിൽ ഒരു നിയമനവും നടക്കാത്തതിലാണ് വലിയ പ്രതിഷേധം വരുന്നത്. മുഹമ്മദ് ഷഹീദ് ആയിരുന്നുണ്ട്. സർക്കാരിന്റെ അവസാന സമയമാണ്. ഈ അവസാന ഘട്ടം വരെയും സ്വാഭാവികമാണ് ഉദ്യോഗാർത്ഥികൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം വേണ്ട തരത്തിൽ ഉണ്ടായില്ല എന്നടക്കം എന്തൊക്കെ കാര്യങ്ങളാണ് അവർ വിശദീകരിക്കുന്നത്? ഈ പ്രതിഷേധത്തിന്റെ സ്വഭാവം എങ്ങനെയാണ്? രതീഷ്, LP സ്കൂൾ ടീച്ചേഴ്സ് ആണ് PSC ലിസ്റ്റിൽപ്പെട്ട അധ്യാപകരാണ്, ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ പ്രതിഷേധം. കോഴിക്കോട് കടപ്പുറത്ത് ഈ റാങ്ക് ലിസ്റ്റ് കടലിൽ ഒഴുക്കിക്കൊണ്ട് പ്രതിഷേധിച്ചിട്ടുള്ളത്. ഏകദേശം 1500ഓളം പേർ ലിസ്റ്റിലുണ്ട്. ഇതിൽ പലർക്കും ലെറ്റർ പോയിട്ടുണ്ട്. അങ്ങനെ കത്ത് അല്ലെങ്കിൽ നിയമനത്തിനുമായി ബന്ധപ്പെട്ട ലെറ്റർ പോയ ആളുകൾക്ക് പോലും നിയമനം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി. 7 മാസമായിട്ടും പുതിയ ലിസ്റ്റ് വന്നിട്ട് പക്ഷേ അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നിലവിൽ ഒഴിവുണ്ടാവുന്ന തസ്തികകൾ പോലും പഴയ ലിസ്റ്റിൽപ്പെട്ട പലപ്പോഴും പുനർവിന്യാസം നടത്തിയ അധ്യാപകരെ വീണ്ടും നിയമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വരുന്ന ഒഴിവിലേക്ക് നിയമിക്കുകയാണ്. ഈ ലിസ്റ്റിലുള്ള ആളുകളെ, പുതിയ ലിസ്റ്റിലുള്ള ആളുകൾക്ക് നിയമനം ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അത് ഈ വർഷവും വരും വർഷവും സമാനമായ രീതിയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് അതുമായി ബന്ധപ്പെട്ട നിയമനത്തിൻ്റെ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഒരു നിയമനവും ഇതുവരെ ലഭിച്ചിട്ടില്ല. അടുത്ത വർഷവും നിയമനം ലഭിക്കാൻ ഈ രീതിയാണ് തുടരുന്നതെങ്കിൽ അടുത്ത വർഷവും നിയമനം ലഭിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പലർക്കും അവസാന ഘട്ടത്തിലൊക്കെയാണ് പലരും പരീക്ഷ എഴുതി സർക്കാർ നിയമനം, PSC നിയമനത്തിനുള്ള പ്രായപരിധിയൊക്കെ കഴിയാനിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരമൊരു പ്രതിഷേധമാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 200ഓളം ഉദ്യോഗാർത്ഥികൾ, അവർ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ, നിരവധി സ്ത്രീകളും വനിതാ ഉദ്യോഗാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു. അവരാണ് കോഴിക്കോട് കടപ്പുറത്ത് ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് കടലിൽ ഒഴുക്കിയുള്ള പ്രതിഷേധമാണ്. ഒരു പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഒരു ലിസ്റ്റിൽ വന്നത് പോലും. അപ്പോൾ നമുക്ക് വേണ്ടത്ര ഒരു പരിഗണന പോലും കിട്ടുന്നില്ല, അധികാരികളിൽ നിന്ന് പോലും കിട്ടുന്നില്ല. അനുകൂലിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മളുടെ നേരെ ഒരു കണ്ണ് തുറക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എല്ലാം ലാസ്റ്റ് ചാൻസ് ആണ് ഇനി. അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് പാരൻസിനെ ടേക്ക് കെയർ ചെയ്തിട്ടും മക്കൾ, ഹസ്ബൻഡ് എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുത്ത് അത്രയും ബുദ്ധിമുട്ടി പഠിച്ചു തന്നെയാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് എന്ന ഒരു കടമ്പ കടന്ന് ഇങ്ങോട്ട് എത്തിപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ഒരു ആദ്യത്തെ ഇയർ നമുക്ക് വേസ്റ്റായ പോലെ ആയി. ഇപ്പോൾ ഓൾമോസ്റ്റ് 9 മാസം കഴിഞ്ഞതുകൊണ്ട് നെക്സ്റ്റ് കമ്മിങ് 2 ഇയേഴ്സിലെങ്കിലും എല്ലാവർക്കും ഒരു പോസ്റ്റിൽ എത്തിപ്പെടണം എന്നുള്ള ഒരു ആവശ്യം. കോഴിക്കോട്ടാണ് PSC റാങ്ക് ലിസ്റ്റ് കടലിലൊഴുക്കി ഉദ്യോഗാർത്ഥികളുടെ വലിയ പ്രതിഷേധമുണ്ടായത്. LP സ്കൂൾ ടീച്ചേഴ്സ് PSC റാങ്ക് ലിസ്റ്റാണ് കടലിലൊഴുക്കിയത്. നിയമനം നടക്കുന്നില്ല, അതിലുള്ള വലിയ പ്രതിഷേധമാണ് അവിടെ കാണുന്നത്.